ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി ടേസ്റ്റുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും ജനങ്ങളെ ഏറ്റെടുത്ത ഒരു അടിപൊളി സൂപ്പർ ടേസ്റ്റുള്ള പായസമാണ്. ഒരു 50 പേർക്കുള്ള തയ്യാറാക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ എടുത്തുള്ള ഒരു അംഗൻവാടിയിലേക്ക് പരിപാടിക്ക് വേണ്ടിയിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. 50 ഗ്ലാസും അതിന് മുകളിലുണ്ടാവും. അവർ പറഞ്ഞെങ്കിൽ 50 ഗ്ലാസ്സാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ 1.5 kg പഞ്ചസാര, 4 പാക്കറ്റ് 1 ലിറ്ററിൻ്റെ ലോങ് ലൈഫ് പാലും പിന്നെ വെള്ളവും മിൽക്ക് മെയ്ഡൊക്കെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു പകുതിയോളം പഞ്ചസാര ഞാൻ കാരമൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തിലാണോ നമ്മൾ ഉണ്ടാക്കുന്ന ആ പാത്രത്തിൽ തന്നെ ഞാൻ കാരമൽ ചെയ്യാണ്. അപ്പോൾ ഏകദേശം കാരമലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കാരമൽ ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാരണം നല്ലോണം ഡാർക്ക് കളറിലേക്ക് പോവാതെ ശ്രദ്ധിക്കണം. അങ്ങനെ പോകുമ്പോൾ ഒരു കയ്പ്പ് രസം ഉണ്ടാവും. അപ്പോൾ ഏകദേശം നമുക്കത് നല്ലോണം മെൽറ്റായിട്ട് കാരമൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഡയറക്റ്റായിട്ട് നമ്മൾ ഈ പാല് ചേർത്ത് കൊടുക്കുന്നതിന് പകരം അല്പം ഒരു ഗ്ലാസ്സോ ഒരു കപ്പിലോ വെള്ളം നമ്മൾ പാർന്ന് കൊടുക്കുക. ചുടുവെള്ളമാണെങ്കിൽ കുഴപ്പമില്ല, അപ്പം പെട്ടെന്ന് മെൽറ്റാവും. അതിനുശേഷം വെള്ളം കാരമൽ ചെയ്തത് ഒന്ന് ലൂസായി വന്നിട്ടുണ്ടോ അതിനുശേഷം കുറേശ്ശെ പാല് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എനിക്ക് 3 ലിറ്റർ ലോങ് ലൈഫ് പാലും പിന്നെ പാക്കറ്റ് പാലായിരുന്നു. അപ്പോൾ ഫ്രിഡ്ജിലുണ്ടായിരുന്നു ഒരു പാക്കറ്റ് കുറച്ച് കട്ടിയായിട്ട് ഐസായിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളതും കൂടി മിക്സ് ചെയ്തിട്ട് വെള്ളം ചേർത്ത്, അപ്പോൾ 1 ലിറ്റർ പാല് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു 3/4 ലിറ്ററോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഫുൾ പാലിലാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പം നല്ല ടേസ്റ്റാവും. അപ്പോൾ ഞാൻ കുറഞ്ഞ ചിലവിൽ നമുക്ക് തയ്യാറാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പാല് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ലോണം അത് കുറച്ച് കട്ടിയായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് അവിടെ ചൂടാവുന്നതിനനുസരിച്ച് പഞ്ചസാര മെൽറ്റായി വന്നോളും. പിന്നീട് ഒരു കുക്കറിലേക്ക് ഞാൻ 3/4 കിലോണം 750 ഗ്രാമോളാണ് ഞാൻ അട പായസമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പാക്കറ്റ് ഞാൻ കുക്കറിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുത്ത് ഒരു വിസിൽ വരുന്നത് വരെ അത് വേവിച്ചെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. എന്നിട്ട് ഒരു 5 മിനിറ്റ് അങ്ങനെ ആയൊരു ഹെയറിൽ കിടന്നോട്ടെ. അതിന് ശേഷം നല്ലോണം കഴുകിയെടുത്ത് ഞാൻ ഒരു കൊട്ടയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ലോണം വെള്ളം അതിൻ്റെ ആ ചൂടും ആ ഒട്ടലൊക്കെ മാറുന്ന വരെ തണുത്ത വെള്ളം അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. സാധാ നോർമൽ വാട്ടർ ആയാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പാലൊക്കെ നല്ലോണം വെട്ടിത്തിളച്ച് ഉള്ളതിലേക്ക് നമ്മൾ ആ മാറ്റി വെച്ച അട കുറേശ്ശായിട്ടായി ഇട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നല്ലോണം ഇട്ടുകൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ ഒരു പാലിലും കുറച്ച് അല്പം പഞ്ചസാര അതിലുണ്ടാവും. അല്പം എന്നല്ല, അത്യാവശ്യത്തിനുള്ള പഞ്ചസാര അതിലുണ്ടാവുള്ളൂ, മധുരം ഉണ്ടാവുള്ളൂ. ഓവറായിട്ട് മധുരം ഉണ്ടാവില്ല. എന്നാലും ആ മധുരത്തിലും ആ പാലിലും കിടന്നിട്ട് ഒരു അരമണിക്കൂറോളം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം. പകുതി കുക്കായിട്ടുണ്ട് നമ്മുടെ അട എങ്കിലും ആ ഒരു പാല് കിടന്നിട്ട് നല്ലോണം ഒന്ന് വെന്ത് കിട്ടണം. എന്നാലേ ആ പായസം ഒന്ന് കട്ടിയിലായി വരുള്ളൂ. ഇതിപ്പോൾ ചെയ്യുന്നത് നമ്മൾ ബാക്കി 1.5 കിലോ പഞ്ചസാരയൊന്നും പകുതിയോളം ഞാൻ കാരമൽ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത്രയും വെച്ചത് ഞാൻ ആ ഒരു കാരമലിൻ്റെ ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. ബാക്കിയുള്ള ഒരു 1/4 കപ്പ് പഞ്ചസാരയും ഏലക്ക തോലോടുകൂടി ഒരു 5-8 എണ്ണം ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് പുറമെ തൊലി മാറ്റിയിട്ട് അതിൻ്റെ ഉള്ളിലുള്ള കായ മാത്രമായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഫുള്ളായിട്ടും കായ മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. തൊലി ഇല്ലാതെയുള്ള ഉള്ളിലുള്ള സീഡ്സ് മാത്രമാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇനി തൊലിയോട് കൂടെയാണെങ്കിൽ തൊലി നല്ലോണം പൊടിഞ്ഞ് വരണം കേട്ടോ. ഞാനൊന്ന് പൊടിച്ചെടുത്ത് വരാം. ഇങ്ങനെ കാണുമ്പോൾ ഏലക്കൻ്റെ തൊലി ഒന്നും കാണുന്നില്ല, നല്ലോണം പൊടിഞ്ഞു എന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷേ അതിലേക്ക് ഇട്ടപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് തൊലികൾ ഉണ്ടായിരുന്നു. ഇനി ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് രസം ഉണ്ടാവരുത് പായസത്തിന്, എങ്കിലും ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു 1/4 സ്പൂൺ ഉപ്പ് ചേർത്ത് ഒന്ന് നല്ലോണം മിക്സ് ചെയ്യാം.
പിന്നീട് ബാക്കിയുള്ള പഞ്ചസാരയും കൂടെ അതിലേക്ക് മാറ്റുക, ഇട്ടുകൊടുക്കുക കേട്ടോ, സോറി. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഒരു 3/4 വേവ് നമ്മളുടെ അട ആയിട്ടുണ്ട്. കുറുകി ഏകദേശം നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. ഇനി നല്ല കുറുകിയെന്ന് വെച്ചാൽ ഇപ്പം നല്ല അത്യാവശ്യം ലൂസൊക്കെ ഉണ്ട്. ഇന്ന് ചൂടാറും അത് ആ പായസം നല്ലോണം കട്ടിയായിട്ട് വരും കേട്ടോ. അപ്പോൾ ഈ ഒരു ഇതിൽ നമുക്ക് നല്ലോണം തിളച്ച് വന്ന് അത്യാവശ്യത്തിനുള്ള ഒരു കട്ടിയൊക്കെ ആയിട്ടുണ്ട്. ഇനിയും കുറുക്കിയെടുക്കുമ്പോൾ ഇനി നല്ലോണം കട്ടിയാവും. അപ്പോൾ അട ഇരിക്കും തോറും വെന്തുകൊണ്ടിരിക്കും കേട്ടോ, നല്ലോണം വെന്ത് വരും. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഞാൻ വെക്കുന്ന പായസം. എല്ലാവർക്കും ഈ രീതിയിൽ ഞാൻ പായസം ഉണ്ടാക്കി കൊടുത്തിട്ട് നല്ല അഭിപ്രായം പറഞ്ഞ ഒരു പായസ റെസിപ്പിയാണ്. ഞാൻ അത്യാവശ്യം എന്നോട് പറയുന്നവർക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം ഇതേപോലെ മോള് അംഗൻവാടിയിലുള്ള സമയത്ത് ഒരു പ്രാവശ്യം ഞാൻ വെച്ച് കൊടുത്തിരുന്നു. അതിന് 2-3 പ്രാവശ്യം എന്നോട് ഇതേപോലെ വെച്ച് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ചെറുപയർ പരിപ്പും അടപ്രഥമൻ, സേമിയം ഇതൊക്കെ വെച്ച് കൊടുക്കാറുണ്ട്. അപ്പം ഇപ്പം മോള് അവിടെ പഠിക്കണമൊന്നുമില്ല, അവൾ UKG പഠിക്കുകയാണ്. അപ്പം നമ്മളോട് പറഞ്ഞപ്പോൾ ഉണ്ടാക്കി കൊടുത്തതാണ്. അപ്പോൾ പഞ്ചസാരയിൽ ഞാൻ ഏലക്കായ അങ്ങനെ ഇട്ടിരുന്നു. അപ്പം എൻ്റെ വിചാരം നല്ലോണം ഫൈനായിട്ട് പൊടിഞ്ഞ് ചേച്ചി ഇട്ട് കൊടുത്ത കേട്ടോ. അപ്പോൾ ആ തൊലി ഇങ്ങനെ മുകളിൽ ഇതാകുന്നുണ്ട്. അപ്പോൾ ആ മുകളിലുള്ള തൊലി ഞാൻ മാറ്റി ഒഴിവാക്കിയിരുന്നു കേട്ടോ. നല്ല ഫ്ലേവറുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ സിമ്പിളായിട്ടുള്ള ഒരു പായസ റെസിപ്പിയാണ് കേട്ടോ. കാരമൽ ചെയ്യുമ്പോൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, കൂടുതൽ ഡാർക്കിലേക്ക് പോവാതെ ഒരു ബ്രൗൺ കളറാവുമ്പോൾ അതിലേക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ചുടുവെള്ളം പാർന്നു കൊടുക്കുക, അല്ലെങ്കിൽ നോർമൽ വാട്ടർ പാർന്നു കൊടുത്തിട്ട്. അപ്പോൾ ഫസ്റ്റായിട്ടൊക്കെ ചെയ്യുന്നവർ അങ്ങനെ ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് ഡയറക്റ്റായിട്ട് പാല് പാർന്നു കൊടുക്കുമ്പോൾ പിരിയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ വെള്ളം അങ്ങനെ പാർന്നു കൊടുത്തിട്ട്. ഉണ്ടാക്കുന്നവർക്കാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ മിൽക്ക് മെയ്ഡ് ഒരു 250 ഗ്രാമിൻ്റെ ഒരു മിൽക്ക് മെയ്ഡാണ് കേട്ടോ. അത് ഞാൻ ആദ്യം ഒഴിച്ചു കൊടുത്തു, പക്ഷെ അത് വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം കാണാൻ വേണ്ടിയിട്ടാണ് അത് കംപ്ലീറ്റ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇത് ഒഴിച്ചു കൊടുക്കുന്നത് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് പുറത്ത് വെച്ചതിന് ശേഷം കേട്ടോ. ചൂടാറിയിട്ടില്ല, ആ ചൂടോടുക്കനെ തന്നെ ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഇത് കിട്ടും. അപ്പോൾ അത്യാവശ്യം ഒരു കട്ടിയൊക്കെ ഉള്ളൊരു പായസം ആയിക്കണ്. ഇനി കട്ടി ഇരിക്കും തോറും നല്ലോണം കട്ടിയാവും കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അങ്ങനെ ആ ഒരു ഗ്യാസ് സ്റ്റോപ്പിൽ അങ്ങനെ വെച്ച കാരണം ചെറുതായി ആ ചൂടിൽ ഇങ്ങനെ ഇരുന്നപ്പോൾ ഒന്നടിയിൽ ജസ്റ്റ് ഒന്ന് ഇതായിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാനൊന്ന് ഇളക്കി കൊടുത്തത്. നല്ല ടേസ്റ്റുള്ള ഒരു സൂപ്പർ പായസ റെസിപ്പിയാണിത്. ഇനി ഞാൻ ഉണ്ടാക്കുന്നത് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. മിൽമ നെയ്യിലാണ് ഞാനിത് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ചെറിയൊരു ബോട്ടിലാണ്, നല്ല ഒരു 50 ഗ്രാമിലൊക്കെ ഒരു ബോട്ടിലാണ്. ഒരു 3/4 ഭാഗം നെയ്യിലാണ് ഞാൻ 100 ഗ്രാം അണ്ടിപ്പരിപ്പും പിന്നെ മുന്തിരിയും കൂടി വറുത്തെടുക്കുന്നത്. ആദ്യം അണ്ടിപ്പരിപ്പ് ഞാൻ നല്ലോണം റോസ്റ്റ് ചെയ്തെടുത്ത് നല്ല കളർ മാറണം, ജസ്റ്റ് ഒന്ന് നെയ്യിൽ വറുത്ത് വന്ന് ആ കളറൊന്നും മാറാത്ത രീതിയിൽ ആണ് റോസ്റ്റ് ചെയ്തെടുത്ത്. അതിന് ശേഷം ഒരു 2-3 മിനിറ്റ് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ളൂ കേട്ടോ അണ്ടിപ്പരിപ്പ്. പിന്നെ മുന്തിരി ഇട്ടെടുത്തു. ഒന്ന് ചൂടായി ഒന്ന് റോസ്റ്റായി എടുത്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ നമ്മൾ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പായസം ചൂടുണ്ട് കേട്ടോ, ചൂടാറിയിട്ടൊന്നുമില്ല. അതുപോലെ കൊണ്ടുവരാൻ സമയമുണ്ട്. അപ്പോഴേക്കും ഒന്നും കൂടി കട്ടിയാവും. നല്ല കട്ടി, 4 പുറമൊക്കെ നല്ല പാലൊക്കെ ഉള്ള കുറുകി വന്ന് കട്ടിയായിട്ട് കാണുന്നുണ്ടാവും നിങ്ങൾക്ക്. നല്ല ടേസ്റ്റുള്ള സൂപ്പർ ടേസ്റ്റുള്ള പായസമാണ്. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത അണ്ടിപ്പരിപ്പും മുന്തിരിയും റോസ്റ്റ് ചെയ്തില്ലേ, ആ നെയ്യിൽ നിന്നും ഞാൻ 2 ടേബിൾ സ്പൂൺ ഒന്ന് മാറ്റി വെച്ചിരുന്നു. ഇതേപോലെ മുകളിൽ നമ്മൾ ചൂടാക്കാത്ത നെയ്യ് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നത് നല്ല പായസത്തിന് ചൂട് വേണം. എന്നിട്ട് ഇതേപോലെ 2-3 ടേബിൾ സ്പൂൺ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് പായസത്തിന് നല്ല ഫ്ലേവർ കിട്ടുന്നതാണ്. ആരെങ്കിലും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് മസ്റ്റായിട്ടൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. പായസത്തിന് സൂപ്പർ ടേസ്റ്റ് കിട്ടും. അപ്പോൾ എല്ലാവരും
ട്രൈ ചെയ്ത് നോക്കുക. ബായ്, അസ്സലാമു അലൈക്കും.